ഈ ലോകത്ത് വിവിധ കോൺഗ്രിഗേഷനിൽപ്പെട്ട സന്യാസിനിമാർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതിൽ വ്യത്യസ്തമായ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കോൺഗ്രിഗേഷനിൽപ്പെട്ട സന്യാസിനിമാരെ കുറിച്ചാണ് പറയാനുള്ളത്. സ്കോട്ട്ലൻഡിലെ വിശുദ്ധ അന്ത്രയോസിന്റെ നാമധേയത്തിലുള്ള കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളായ ഈ സന്യാസിനിമാർ മിണ്ടാമഠത്തിലെ സന്യാസിനിമാരെ പോലെയാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നും പറയാം, എന്നാൽ പൂർണ്ണമായും അല്ല എന്നും പറയാം. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകുന്നുണ്ടല്ലേ? കൃത്യമായി പറയാം. ഈ സന്യാസിനിമാർ ഒരു വർഷത്തിലെ 7 മാസം ഒരു മിണ്ടാമഠത്തിലെ സന്യാസിനിമാർ എങ്ങനെയാണോ സമാനമായ രീതിയിലായിരിക്കും ശുശ്രൂഷകൾ ചെയ്യുന്നത്. ബാക്കിയുള്ള 5 മാസം പുറത്തുപോയി യുവജനങ്ങളുടെയും കുടുംബങ്ങളുടെയും ആത്മീയ നവീകരണത്തിനായി പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഈ സന്യാസിനിമാരെ പൂർണ്ണമായും മിണ്ടാമഠത്തിലെ സന്യാസിനിമാരെന്ന് പറയാൻ സാധിക്കില്ലെന്ന് തുടക്കത്തിൽ പറഞ്ഞത്. വാസ്തവത്തിൽ അസാധാരണമായ ഒരു ദൗത്യത്തിലേർപ്പെട്ടിരിക്കുന്ന സന്യാസിനിമാർ എന്നല്ലാതെ ഒന്നും പറയാനില്ല. 7 മാസം തീർത്തും ഏകാന്തമായ രീതിയിൽ പ്രാർത്ഥനയിലായിരിക്കും. അതിനുശേഷം അതിന് വിപരീതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യത്യസ്തരായ സന്യാസിനിമാർ. സ്കോട്ട്ലാൻഡ് ആസ്ഥാനമായാണ് ഈ കമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്നത്. 7 മാസത്തെ ഏകാന്തമായ ജീവിതത്തിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു എന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അവർ വെളിപ്പെടുത്തിയിരുന്നു. വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ ആരാധനയും ഇവിടെ ക്രമീകരിക്കാറുണ്ട്. ഒരാൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കാറുണ്ടെന്നും സന്യാസിനിമാർ പറയുന്നു. തുടർന്ന് ഓരോരുത്തർക്കും ഓരോ സമയക്രമം അനുസരിച്ച് ഓരോ ജോലികൾ ഏൽപ്പിക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് 7 മാസം ഈ സന്യാസിനിമാരുടെ ശുശ്രൂഷകൾ. ഏതായാലും ഒരു വർഷം വ്യത്യസ്തമായ രീതിയിൽ ലോകത്തിനായി വലിയ ത്യാഗങ്ങൾ സഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സന്യാസിനിമാരും ഈ കോൺഗ്രിഗേഷനുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം.